എനിക്ക് റിഫായ് ഷെയ്ഖിനെ കുറിച്ചാണ് ഒന്നും ചോദിക്കാതെ. കാരണം അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തെ പ്രസവിക്കുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് മാലി പറയുന്നുണ്ട്. റിഫായ് മാലിയിൽ എനിക്കും എൻ ബയ്യാൽ തുടർന്നു നിൽക്കും 4 സ്വർഗം 4 ഞാൻ ഇറങ്ങും എന്ന ഒരു ഓവറാണ്. അങ്ങനെ അദ്ദേഹത്തിന് 4 സ്വർഗം കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഈ സ്വർഗം കൊണ്ട് അദ്ദേഹം നേരെ നാട്ടിലേക്കാണ് പോരുന്നത്. എങ്ങനെയാണ്? അപ്പം എന്നിട്ട് ഈ സ്വർഗം ഇത് എന്താ ചെയ്തത്? എനിക്കും എൻ ബയ്യാൽ തുടർന്നു നിൽക്കാണ് 4 സ്വർഗം വേണ്ടത്. അങ്ങനെ അദ്ദേഹത്തിന് അള്ളാഹ് കൊടുത്തു എന്നല്ല, ആ സ്വർഗം ഇദ്ദേഹം ഇസ്മായിൽ എന്ന ഒരു വ്യക്തിയുടെ സ്ഥലത്തിന് വേണ്ടി മറിച്ചു വിറ്റു എന്നാണ് മാലി കാണുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇബാദത്ത് ചെയ്തിട്ട് ഒരു പള്ളി കയറ്റി കൊടുക്കുന്നു, ഒരു കിണർ കുത്തി കൊടുക്കുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? സ്വർഗം കിട്ടാനാണ്. ഇത് കിട്ടിയ സ്വർഗം ഈ നാട്ടിലൊരു സ്ഥലത്തിന് വേണ്ടി മറിച്ചു വെക്കാറല്ല. ഇത് ഔലിയാക്കളെ നാണം കെടുത്തില്ല സഹോദരങ്ങളെ. നിങ്ങൾ എന്താ ഈ എഴുതിണ്ടാക്കേണ്ടത്? ഇതൊക്കെ മദ്ഹ. ഞാൻ മുജാഹിദായി പോയില്ലെങ്കിൽ ഇത് എന്താന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ മുജാഹിദ് സുന്നിക്ക് വരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളതിലങ്ങനെ ഉറച്ചിക്കേണ്ട ആളൊന്നുമല്ല. നിങ്ങളൊരു സത്യാന്വേഷിയായി അന്വേഷിച്ച് പഠിച്ച് മനസ്സിലാക്കി അങ്ങനെ അതൊരു സംഭവമായി തന്നെ വരണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റിഫായി മാലയിൽ തന്നെ റിഫായി ഷെയ്ഖിനെ വിടാതെ പിടികൂടിയിരിക്കുകയാണ് മൂപ്പര്. റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് റിഫായി മാലയിലുണ്ട്. എന്താ? ഗർഭം വയറ്റിൽ ജനിച്ച 6-ാം മാസത്തിൽ ഗുണമുള്ളതായാരിതാരെന്ന് കേട്ടോവർ. മകനോ മകളോന്ന് ചോദിച്ച നേരത്ത് മകനാ റഹ്മതുൽ കബീറെന്ന് ചൊന്നോവർ. റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ റിഫായി ഷെയ്ഖിനെ ഗർഭം ചുമന്നപ്പോൾ അവിടെ നിന്ന് വയറ്റിൽ നിന്ന് ചില ശബ്ദങ്ങൾ കേട്ടു എന്നാണ്. ഈ ശബ്ദം കേട്ടു വയറ്റിലുള്ള കുഞ്ഞ് പുറത്തുള്ള ഉമ്മയുമായി സംസാരിക്കുന്ന ഒരു രംഗമാണ് ഈ മാലയിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ മുജാഹിദുകൾ അത് വലിയ സംഗതിയായി, വലിയ ഗുരുതരമായ വിഷയമായി പറയും. അത് മഹാത്മാക്കളുടെ സംഭവം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത് വേണ്ടതുപോലെ പഠിക്കാത്തത് കൊണ്ടാണ്. ഈസാ നബി അലൈഹിസ്സലാമിനെ അവിടുത്തെ ഉമ്മ ഗർഭം ചുമന്ന സംഭവത്തെക്കുറിച്ച്, ആ പ്രസവമുണ്ടായതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്കറിയാം. ഫഹമലതുഹു ഫന്തബദത് ബിഹി മകാനൻ ഖസിയ്യാ ഫഅജാഅഹൽ മഖാഉ ഇലാ ജിദ്ഇൻ നഖ്ല ഖാലത് യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയ്യൻ മൻസിയ്യാ എന്നുള്ള സംഭവം പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. മറിയം ബീവി അലൈഹിസ്സലാം അവർ ഗർഭവതിയായി. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഒരു ഊത്തു ഊതി, അങ്ങനെയാണ് അവർ ഗർഭമുണ്ടായത് എന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. അങ്ങനെ അവർ ഗർഭവതിയായി പ്രയാസപ്പെട്ടപ്പോ ഫനാദാഹാ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനീ ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ്യാ. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഫനാദാഹാ മിൻ തഹ്തിഹാ, മറിയം ബീവിയുടെ അടിവയറ്റിൽ നിന്ന് ആ കുഞ്ഞ് വിളിച്ചു പറഞ്ഞു, അല്ലാ തഹ്സനി, ഉമ്മ നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ്യാ, നിങ്ങൾക്കതാ കുടിക്കാൻ വെള്ളം അവിടെ ഒരു അരുവിയിൽ അല്ലാഹു തയ്യാറാക്കിയിട്ടുണ്ട്. മാത്രമല്ല വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ലതി തുസാഖിതു അലൈകി റുതബൻ ജനിയ്യാ, നല്ല തിന്നാൻ പാകമായ ഈത്തപ്പഴം ആ ഉണങ്ങിയ മരത്തിൽ നിങ്ങൾക്ക് സംവിധാനിച്ചിട്ടുണ്ട്, നിങ്ങൾ അത് പിടിച്ചു കുലുക്കിക്കോളൂ എന്ന് ഉമ്മയോട് വിളിച്ചു പറയുന്നതാരാ? ഗർഭസ്ഥ ശിശുവായ വയറ്റിലുള്ള ഈസാ എന്ന കുഞ്ഞായിരുന്നു. തഫ്സീറുർ റാസി, തഫ്സീർ റൂഹുൽ മആൻ, എല്ലാ തഫ്സീറുകളിലും നമുക്കിത് കാണാൻ കഴിയും. അപ്പൊ വയറ്റിലുള്ള കുഞ്ഞ്, ഗർഭസ്ഥ ശിശു ഉമ്മയോട് പുറത്തുള്ളവരോട് സംസാരിക്കുക എന്നതിൽ അതിശയോക്തിയൊന്നുമില്ല. മഹാത്മാക്കളാണോ അത് സംഭവിക്കും, സംഭവിച്ചിട്ടും ഉണ്ട്. ഇനി അവിടെയുള്ള രണ്ടാമത്തെ ചോദ്യം എന്താ?
അങ്ങനെ ഷെയ്ഖ് റിഫായി തങ്ങൾ ഉമ്മാന്റെ വയറ്റിൽ കഴിഞ്ഞു. അങ്ങനെ 10 മാസമായി അടിമാതുനിയാവിലിറങ്ങുവാനായിട്ട് അള്ളാന്റെ ഏകൽ കേട്ടാരേ മുഷിന്തോവർ. മുഹീദ്ദീൻ അൽ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹു തആല പറഞ്ഞു, റിഫായി ശൈഖേ, റിഫായി അഹ്മദുർ റിഫായി, നിങ്ങൾക്ക് ഭൂമിയിലേക്ക് ഇറങ്ങാൻ സമയമായിരിക്കുന്നു എന്ന നിർദ്ദേശം കൊടുത്തു. അപ്പോ റിഫായി ശൈഖ് പറഞ്ഞതെന്താ? സ്വർഗം എനിക്കും എൻ ബയ്യാൽ തുടർന്നോൽക്കും, സുഖത്തോടെ തന്നാൽ ഇറങ്ങാം ഞാൻ എന്നോവർ. പടച്ചോനെ, ഞാൻ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് പോവുകയാണ്. എനിക്ക് ഒരപേക്ഷ നിന്നോട് പറയാനുണ്ട്. അതെന്താ? എനിക്കും എന്നെ പിന്തുടരുന്ന ആളുകൾക്കും, അതിന് ത്വരീഖത്തിന്റെ ഭാഷയിൽ പറയുക മുരീദന്മാര് എന്ന, എനിക്കും എൻ്റെ മുരീദന്മാർ, ശൈഖിനും മുരീദന്മാർക്കും എന്നെ പിന്തുടരുന്ന മുരീദുകൾക്കും നീ സ്വർഗം തരണേ അല്ലാഹ് എന്ന് ശൈഖ് അവറുകൾ അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവിനോട് അപേക്ഷിച്ചു. അപ്പോഴോ അവർക്ക് അന്ന് 4 സുവർഗം കൊടുത്താരേ, ഉടനെ ദുനിയാവിൽ പിറന്ന് വളർന്നോവർ. അള്ളാഹു പറഞ്ഞു, അത് ഞാൻ തരാം, നിങ്ങൾ ദുനിയാവിലേക്ക് പോന്നോളൂ. അങ്ങനെ മഹാൻ അവറുകളുടെ ഉമ്മ റിഫായി ശൈഖിനെ പ്രസവിച്ചു. റിഫായി ശൈഖ് ഭൂമിയിലേക്ക് വന്നു. ഇതാണ് ചരിത്രം. ഇവിടെ 4 സ്വർഗം അള്ളാഹു അവർക്ക് നൽകി. ആർക്ക്? ശൈഖ് റിഫായി ശൈഖിന് നൽകി. 4 സ്വർഗമൊക്കെ ഇങ്ങനെ ഒരാൾക്ക് കിട്ടുമോന്നാണ് ഒരു സംശയം. നിങ്ങൾക്ക് മാത്രമല്ല, പലർക്കും ഉണ്ട് സംശയം. അതിനുകൂടി ഞാൻ മറുപടി പറയുകയാണ്. 4 സ്വർഗം ഒരാൾക്ക് കിട്ടുമോ? കിട്ടും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് കാണാം. സൂറത്തുർ റഹ്മാൻ എടുത്ത് പരിശോധിച്ചാൽ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. അള്ളാഹുവിന്റെ മഖാം ഭയപ്പെടുന്നവർക്ക് 2 സ്വർഗമുണ്ട്. 2 സ്വർഗം അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിന്റെ മഖാമിനെ ഭയപ്പെടുന്നവർക്കുണ്ട്. എന്നിട്ട് സൂറത്തുർ റഹ്മാനിലെ കുറച്ചുകൂടി ഏതാനും ആയത്തുകൾ കൂടി പിന്നിട്ട് 62ാമത്തെ വചനമെത്തിയാൽ അള്ളാഹു പറയുന്നുണ്ട്, വമിൻ ദൂനിഹിമാ ജന്നത്താൻ. ഈ 2 കൂടാതെ വേറൊരു 2 സ്വർഗം അവർക്ക് വേറെയുമുണ്ട്. 2 2 4. അവർക്ക് അന്ന് 4 സുവർഗം കൊടുത്താരേ, ഉടനെ ദുനിയാവിൽ ജനിച്ച് വളർന്നോവർ. ശൈഖ് ജീലാനി 4 സ്വർഗം കിട്ടി. 4 സ്വർഗം ഒരാൾക്ക് കിട്ടുമോ? 4 സ്വർഗം എന്ന പൂന്തോപ്പുകൾ ഓരോരുത്തർക്കും അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കാം എന്നതിന് ഖുർആൻ തന്നെ തെളിവാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കൾ, മഹാത്മാക്കൾക്ക് 4 സ്വർഗം അള്ളാഹു, 4 സ്വർഗം എന്ന് പറഞ്ഞാൽ 4 തോപ്പുകൾ അള്ളാഹു നൽകും. അതാണ് ആ ആയത്തിൽ പറഞ്ഞത്. അത് മാലയിൽ പറഞ്ഞതിന് വിരുദ്ധവും അല്ല. ഇനി എന്താണ് പ്രശ്നമുള്ളത്? ഈ 4 സ്വർഗം റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു മറ്റൊരാൾക്ക് കൊടുത്തു. അപ്പൊ ഈ സ്വർഗം മൂപ്പര് പറഞ്ഞതന്നെ എന്തിനാന്നറിയോ? കൊടുന്നതന്നെ എന്തിനാണ്? വേറുള്ളവർക്ക് കൊടുക്കാനാണേ. പിന്നെന്താ? സ്വർഗം എനിക്കും എൻ ബയ്യാൽ തുടർന്നോൽക്കും. അങ്ങനെ പറഞ്ഞു, എനിക്കും വേണം, എന്റെ കൂടെയുള്ളവർക്ക്. മൂപ്പര് പറയുന്ന ആളുകൾ, അതാളെ കൂടെയുള്ള ആളുകൾ, അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് റിഫായി ശൈഖ് അള്ളാഹിനോട് പറഞ്ഞിട്ടാണ് അത് വാങ്ങിയത് തന്നെ. പിന്നെ മൂപ്പർക്ക് ഇഷ്ടമുള്ള മൂപ്പരെ തുടർന്ന ആളുകൾക്ക് കൊടുക്കണീനെന്താ? ഒരു കുഴപ്പമില്ല, അത് കൊടുക്കും ചെയ്തു. ഇത് റിഫായി ശൈഖ് ആവുമ്പോ ഭയങ്കര പ്രശ്നമാണ്. നോക്കിങ്ങള്. എന്നാ ഞാൻ നിങ്ങളെ വേറൊരു മൗലവിനെ പറഞ്ഞു. ഉമർ മൗലവി എന്ന് പറഞ്ഞ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആകത്തുക നേതാവുണ്ടായിരുന്നു. മുസ്ലിം ലോകത്തെ പാരമ്പര്യ മുസ്ലിമീങ്ങളെ മുഴുവനും കാഫിറും മുശ്രിക്കുമാക്കി മുദ്ര കുത്തിയിരുന്ന മുസ്ലിങ്ങളൊക്കെ, കേരളീയ മുസ്ലിമീങ്ങളും പണ്ഡിതരും മുസ്ലിയാക്കന്മാരും അബൂജഹലിനെ പോലെയാകുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് നാഴികക്ക് 40 വട്ടം പറഞ്ഞിരുന്ന ഉമർ മൗലവി. കെ ഹസൻ മുസ്ലിയാർ കാഫിറാണെന്ന് പച്ചയായി പറഞ്ഞ കെ ഉമർ മൗലവി, ശൈഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, അതുപോലെ ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് KV മുഹമ്മദ് മുസ്ലിയാർ, 3 പേരും മുശ്രിക്കാണെന്ന് പച്ചയായി പറഞ്ഞ കെ ഉമർ മൗലവി. ആ ഉമർ മൗലവിയെ കുറിച്ച് അയാള് മരിച്ചപ്പോ മുജാഹിദുകളുടെ പത്രമായ ഇസ്ലാഹിൽ അയാളെ കുറിച്ച് ഒരു മാല വന്നു, ഒരു മൗലിദ്.
ആ മാലയിലുള്ളതെന്താ കേട്ടോളി. സ്വർഗത്തിലേക്കു കുതിച്ചഹോ ചേതന വേദന ശാന്തി തൻ സായുജ്യമാകുവാൻ. ഔ, ഉമർ മൗലവി മരിച്ചപ്പോ തന്നെ പോയത് നേരെ എവിടേക്കാ? സ്വർഗത്തേക്ക് ഒരൊറ്റ പോക്കാ. നമ്മളുണ്ടല്ലോ ഈ പഴഞ്ചക്കന്റെ കുരു എടുത്തിട്ട് ആണ് ജക്കിയപ്പിന്നേണ്ട ഒരു പോക്കുണ്ട് എന്നതുപോലെ ഒരൊറ്റ പോക്കാ ഉമർ മൗലവി സ്വർഗത്തേക്ക്. ഇത് മുജാഹിദുകൾ നമ്മളെ റിഫായി ഷേഖിനെ കുറിച്ച് അല്ലെങ്കിൽ മുഹയ്യദ്ദീൻ ഷേഖിനെ കുറിച്ചൊക്കെ പറഞ്ഞ വലിയ ഗുരുമാരാ. അത് ശിർക്കാണ്, കുഫറാണ്, നരകത്തിന്റെ നടുവിലേക്കാ. സ്വർഗത്തിൽ നിന്റെ നരകത്തിൽ നിന്റെ മുരീദാരുമില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. അതൊക്കെ വലിയ വിഷയമാണ്. ഓലൊക്കെ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞാൽ മഹിദിമാല ഷിർക്കാണ്, കുഫറാണ്, അന്ധവിശ്വാസമാണ്, പലതുമാണ്. ഉമർ മൗലവി പോയതന്നെ സ്വർഗത്തിക്കാന്ന് പറഞ്ഞാൽ അതിലൊരു കുഴപ്പമില്ല. സ്വർഗത്തിലേക്ക് കുതിച്ചോ ചേതന വേദന ശാന്തി തൻ സായുജ്യമാകുവാൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താ? കേഴുന്നു കേരള മക്കൾ നിനക്കൊരു രണ്ടാമനില്ലെന്ന ദുഃഖം ശ്രവിക്കയാൽ. കേരള മക്കൾ ഒന്നാകെ കേഴുകയാണ്, കരയുകയാണ്. എന്തിന്? ഉമർ മൗലവി പോയല്ലോ, മൂപ്പർക്ക് പറ്റിയൊരു രണ്ടാമനില്ലല്ലോ എന്നോർത്തുകൊണ്ട് ആര്? കേരളത്തിലെ ജനങ്ങൾ മുഴുവനും കരയുകയാണ്. മലയാള മണ്ണിനു സൗഭാഗ്യമായി നീ മൂന്നാം ഉമറായി ജീവിച്ച നാളുകൾ. ലോകത്താകെ 3 ഉമറ. ഒന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, രണ്ടാം ഖലീഫ. രണ്ടാമത്തെ ആളാണ് 5ാം ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അത് കഴിഞ്ഞാൽ പിന്നെ അതേ ഡിഗ്രിയിൽ ആ സ്റ്റാൻഡേർഡിലുള്ളത് ആരാ? കേരള മുസ്ലിമീങ്ങളെ മുഴുവനും കാഫിറാണ്, മുശ്രിക്കാണ്, മുർത്തദ്ദാണ്, അബൂജഹലാണെന്ന് പ്രഖ്യാപിച്ച വെളിയങ്കോട് കെ ഉമർ മൗലവി പിന്നീട് തിരൂർക്കാട്ടിൽ ജീവിച്ച അവസാന ജീവിതം തിരൂർക്കാട് വെച്ചാക്കിയ കെ ഉമർ മൗലവിയാണ് സിദ്ദീഖ് ഉമർ ഫാറൂഖിന്റെ അതേ സ്റ്റെപ്പിലുള്ള ആള് എന്നാ പറയുന്നത്. ഓർക്കണം നിങ്ങൾ. അതൊക്കെ ആവട്ടെ, അവസാനം പറയുന്ന ഒരു വരിയാണ് ഏറെ സങ്കടകരമായത്. അതെന്താണെന്നറിയോ? നിങ്ങൾ നോക്കണം. എന്താ ഈ പറഞ്ഞ ഉമർ മൗലവി? അയാൾ എന്തായിരുന്നു അയാളുടെ പരിപാടി എന്നറിയോ? സുബ്ഹാനല്ലാഹ്, അയാൾ ജീവിച്ചപ്പോ സ്വർലോകം കൈക്കുള്ളിലാക്കി ജീവിക്കവേ എങ്ങനെ അങ്ങു സമ്പാദിച്ചു ഭൂമിയെ. ഉമർ മൗലവി ജീവിച്ചപ്പോ സ്വർഗലോകം ഒന്നാകെ മൂപ്പര കയ്യിന്റെ ഉള്ളിലാക്കി നടക്കായിരുന്നു. അതിന്റെ ഉള്ളിലുള്ളവർക്ക് എന്തെങ്കിലും പറ്റൂലേ ഇങ്ങനെ പിടിച്ചാൽ? സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ പറഞ്ഞു വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. സ്വർഗം എന്ന് പറഞ്ഞാൽ 7 ആകാശങ്ങളും ഭൂമികളെക്കാളും വിശാലമായതാണ് സ്വർഗം. ആ സ്വർഗലോകം ഒന്നാകെ ഉമർ മൗലവിന്റെ കയ്യിന്റെ ഉള്ളിൽ ഇങ്ങനെ പിടിച്ച് നടക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അത് പാടാനും അത് പറയാനും അത് അച്ചടിച്ച് വിടാനും ലജ്ജയില്ലാത്ത ഞാൻ പറയാം. നല്ല ഭാഷ അങ്ങനെ പറയാം. ലജ്ജയില്ലാത്ത മുജാഹിദുകളോട് എന്ത് പറയാൻ? അവരാണ് എന്നിട്ട് റിഫായി ഷേഖിന്റെ മേക്കട്ടുകാരുണ്ട്, മുഹയ്യദ്ദീൻ ഷേഖിനെ കാഫിറാക്കണം. നിങ്ങൾ നോക്കണം. സുബ്ഹാനല്ലാഹ്. ഉമർ മൗലവി മരിച്ചപ്പോ ഇത് മാല ഇസ്ലാഹി മാസിക എഴുതിയതാ. എന്നാലോ ആ ഉമർ മൗലവിയെ കുറിച്ച് അത്തൗഹീദ് മാസികയിൽ അറബിയിൽ ഒരു മൗലിദ് ഓതി മുജാഹിദുകൾ, ഒരു ബെയ്ത്ത് ഉണ്ടാക്കി. ആ മൗലിദിലെ ബെയ്ത്ത് എന്താ? മുജാഹിദ് മൗലവിനെ പറ്റി പറഞ്ഞത് എന്താ? അല്ലാഹു അംബതഹു നബാതൻ സ്വാലിഹാ മുതനസ്സിഹൻ അൻ കുല്ലി ഫിസ്ഖിൻ സാരി. ഉമർ മൗലവി എന്ന് പറഞ്ഞാല് അല്ലാഹു തആല മൂപ്പരങ്ങട് പരമപരിശുദ്ധമായി മുളപ്പിച്ച് ജീവിപ്പിച്ച് വളർത്തിയെടുത്തയാളാണ് ഉമർ മൗലവി. ഒരു ജാതി തെറ്റുകുറ്റങ്ങളോ കറാഹത്തുകളോ ഇല്ല. ഉമർ മൗലവിയെ കുറിച്ച് പോലും മാലപാട, മൗലിദോദ, ബെയ്ത്ത് ചൊല്ല ഒരു പ്രശ്നവും കേട്ടോ. മുഹയ്യദ്ദീൻ ഷേഖിനെ കുറിച്ച് ചെല്ലുമ്പോഴേക്ക്, റിഫായി ഷേഖിനെ കുറിച്ച് ചെല്ലുമ്പോഴേക്ക് അത് നരകത്തിലേക്ക്, അത് കുഫർ, അത് റിദ്ദത്ത്, അത് നരകത്തിന്റെ നടുവിലേക്ക് പോകുന്ന ഒരു പരിപാടി എന്ന ഈ നിലപാട് അറുവഷളനാണ് എന്നേ പറയാനുള്ളൂ. MCC മൗലവിനെ കുറിച്ചുള്ള പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. MCC
മൗലവി മരണപ്പെട്ട് ആകാശലോകത്തേക്ക് പോകുമ്പോൾ ആകാശലോകത്ത് വെച്ചിട്ട് മൂപ്പര ഗുരുവര്യന്മാര് KM മൗലവി, അതുപോലെ മുഹമ്മദ് അബ്ദു, ഏത് അഫ്ഗാനി, പിന്നെ മിസ്രിലെ അന്തരിച്ച മുഹമ്മദ് അബ്ദു, ജമാലുദ്ദീൻ അഫ്ഗാനി, അതുപോലെ നമ്മുടെ കുഞ്ഞഹമ്മദാജി, ഉസ്താദ് കുഞ്ഞഹമ്മദാജി, ചാലിലകത്ത് കുഞ്ഞഹമ്മദാജി, അവരൊക്കെ പോയിട്ടാട്ടെ റൂഹിനെ പോയി സ്വീകരിച്ചത് എന്ന് പച്ചയായി MCC അബ്ദുറഹ്മാൻ മൗലവിയുടെ ബുക്ക് എൻ്റെ കൈവശമുണ്ട്. ഇപ്പോൾ ഉണ്ട്, പുസ്തകം തന്നെ ഞാൻ വായിച്ചു തരും. ഇതൊക്കെ ഏത് ഖുർആന്റെ അടിസ്ഥാനത്തിലായി പറഞ്ഞത്? ഏത് പച്ച നുണ. മുഹയ്യദ്ദീൻ ഷേഖിനെ കുറിച്ച് പറഞ്ഞോ, റിഫായി ഷേഖിനെ കുറിച്ച് പറഞ്ഞോ, അപ്പ ഷിർക്ക് കുഫർ. ഇതൊക്കെ ആദ്യം അവനവന്റെ തട്ടകത്തിലുള്ള ഈ ഷിർക്കും കുഫറും ഒക്കെ ഒന്ന് മാറ്റിയിട്ട് മതി റിഫായി ഷേഖിന്റെയും മുഹയ്യദ്ദീൻ ഷേഖിന്റെയും നേർക്ക് തിരിയൽ എന്നാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. മുസ്ലിറെ, റിഫായി ഷേഖ് അദ്ദേഹത്തിന്റെ മുരീദിനാണോ മറ്റേ സ്വർഗം കൊടുത്തത്? എന്ത് വിടല ഇയാൾ വിടുന്നത്? നിങ്ങളതൊന്നും മറിച്ചോക്കണ, നിങ്ങൾ മാല ഓതിക്കണേ. ആ റിഫായി എന്ന് വായിച്ചാണ്, റിഫായി മാല. അതിൽ പറഞ്ഞത് ഇസ്മായിൽ എന്ന ആൾക്ക് തോട്ടത്തിന് മറിച്ചിട്ടെന്ന് പറയണത്. തോട്ടത്തിന്, അത് പിന്നെ അദ്ദേഹം മുരീദ. തോട്ടത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇസ്മായിലാക്ക് എന്താ പറഞ്ഞു? ഇസ്മായിൽ പറയണേ, ദുനിയാവില്ല ഒന്നും തന്നാൽ ഞാൻ തരില്ല. ഒന്നാണ് വായിച്ചാണ് ഇസ്മായിലിന്റെ അവിടെ നില്ല വായിച്ചേ. ഇസ്മായിൽ എന്നൊരു ചോദിച്ച തോപ്പ്, ഇസ്മായിൽ എന്നോരിൽ ചോദിച്ചോരു തോപ്പ് അയവിലക്ക് കൊടുത്തോ എന്നോവർ സ്വർഗം. ബഹുമാനപ്പെട്ട റിഫായി ശേഖ് റളിയല്ലാഹു അൻഹു മുരീദാണ് ഇസ്മായിൽ എന്നവര്. ബഹുമാനപ്പെട്ടവരുടെ മറ്റൊരു മുരീദാണ് ഇബ്രാഹിം എന്നവര്. ആ ഇബ്രാഹിം എന്നവർക്ക് പ്രയാസം അനുഭവിച്ച സമയത്ത് ഇസ്മായിൽ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ തോട്ടം എനിക്ക് കിട്ടിയാൽ കൊള്ളാം, അതുകൊണ്ടൊന്ന് വാങ്ങിത്തരണം എന്ന് പറഞ്ഞു. അപ്പോ ബഹുമാനപ്പെട്ടവരിങ്ങനെ വിളിച്ച് തോട്ടം കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ആലോചിക്കണമെന്ന് പറഞ്ഞു. എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ, ദുനിയാവിലുള്ള മുതലെന്നിൽ വേണ്ടാന്ന് ദുഷ്കമായി 4 സ്വർഗം കൊടുത്തോവർ മറുവാദീനിന്നും ഫിർദൗസ് ഖുൽദിന്നും മർഹത്താവർക്ക് കുതിരത്താൽ വന്നോവർ മനീതം ഹത്ത് കാബറും പുറത്തീന്ന് മക്കളെടുത്തു വലി കയ്യിൽ കൊടുത്തോവർ. അലഞ്ഞു പാടണ്ടല്ലോ, അത്ര മതി ആവശ്യം. ഇവിടെയുള്ള വിഷയം എന്താണ്? ബഹുമാനപ്പെട്ട ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എനിക്ക് സ്വർഗം തന്നാൽ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. കാരണം ദുനിയാവിന്റെ വിഷയം അങ്ങനെയല്ല. ഏതുപോലെ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു തർക്കം നടക്കുകയാണ്. എന്താണ്? ഒരു യുവാവിന്റെ ചെറിയ ഒരു സ്ഥലത്തുള്ള ഒരു ഈത്തപ്പന മരം, ആ ഈത്തപ്പന മരം, ഇവിടെയും ഈത്തപ്പന മരം തന്നെ വിഷയം, ഈത്തപ്പന മരം അത് വലിയൊരു മുതലാളിയുടേതായിരുന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ ഇത് മുറിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, വലിയ തോട്ടം അല്ലെങ്കിൽ വലിയ തരാം, വിട്ടുകൊടുക്കുമെന്ന് ചോദിച്ചു. വിട്ടുകൊടുക്കൂല. ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞു, ഇതിന് പകരം സ്വർഗത്തിൽ ഞാൻ തരാം, സ്വർഗത്തിൽ ഞാൻ തരാം, വലിയ തോട്ടം തരാം എന്ന് പറഞ്ഞപ്പോ ഇയാൾ ആദ്യം അംഗീകരിച്ചില്ല. അപ്പോ അബൂദഹദാഹ് എന്ന് പറയുന്ന സഹാബി ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ എനിക്കത് തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ മദീനയിലെ ഏറ്റവും വലിയ തോട്ടമാണ് ബഹുമാനപ്പെട്ട അബൂദഹദാഹ് റളിയല്ലാഹു അൻഹുവിനുള്ളത്. ആ ബഹുമാനപ്പെട്ട അബൂദഹദാഹ് റളിയല്ലാഹു അൻഹു ആ തോട്ടം മുഴുവനും ഇയാളോട് ചോദിച്ചു, ഞാൻ എന്റെ തോട്ടത്തെ കുറിച്ച് എനിക്കറിയാമല്ലോ, അതെ, എങ്കിൽ ആ തോട്ടം മുഴുവനും തരാം, ഈ ഒരു ചെറിയ ഇതിന് കൊടുക്കുമെന്ന് ചോദിച്ചു. റെഡി എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ തോട്ടം തന്നെ സ്വർഗലോകത്ത് വലിയ സംഭവം കൊടുക്കാം എന്നുള്ള നിലയ്ക്ക് റിഫായി ശൈഖ് എന്താണോ ചെയ്തത് അതിന്റെ മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാതൃകയുണ്ട്.
അപ്പൊ നിങ്ങളെ സംശയം അള്ളാഹുവിന്റെ റസൂലല്ലേ അത്, ഇങ്ങനെ ഔലിയാക്കൾക്ക് കഴിയോ എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കും എന്നോട് ചോദിച്ചാൽ ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും എന്നതാണ്. ഇനി നോക്കൂ നിങ്ങൾ, താബിഈങ്ങളിൽപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരും ഇതുപോലെ തത്തുല്യമായ ഒരു സംഭവത്തിൽ ഒരു പാവപ്പെട്ട വ്യക്തിക്ക് വേണ്ടി ഒരു തോട്ടം മറ്റൊരാൾ കൊടുത്തപ്പോ അത് കൊടുക്കണമെങ്കിൽ എനിക്ക് സ്വർഗം വേണമെന്ന് പറഞ്ഞു. ആ സ്വർഗം തരാമെന്ന് ഏറ്റപ്പോൾ അത് തീർച്ചയായും കൊടുക്കുകയും ചെയ്തത് അല്ലാമ മഖ്ദസി സനദ് സഹിതം കിതാബു തവ്വാബീൻ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞ അതേ സംഭവം ശൈഖ് റിഫായി തങ്ങൾ എന്താണോ ചെയ്തത് അത് ഹദീസിലുള്ള മാതൃകയാണ്, സഹീഹ് മുസ്ലിമിന്റെ മാതൃകയാണ്. ഈ തത്വം സഹീഹുൽ ബുഖാരിയിൽ അധിഷ്ഠിതമാണ്. പൂർവികരായ ആളുകൾ പറഞ്ഞ പ്രമാണബദ്ധമായി സ്ഥിരീകരിക്കപ്പെട്ട് വസ്തുനിഷ്ഠമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ് എന്നർത്ഥം.